ലോകത്തിന്റെ എണ്ണപ്പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നീലജലത്തിനടിയിൽ ഇപ്പോൾ പതിയിരിക്കുന്നത് ആയിരക്കണക്കിന് മരണക്കെണികളാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ പറക്കുന്ന മിസൈലുകളെക്കാളും ആകാശത്ത് വട്ടമിടുന്ന ഡ്രോണുകളെക്കാളും ഭീകരമാണ് കടലിന്റെ ആഴങ്ങളിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ അദൃശ്യ ശത്രുക്കൾ. അതെ, നാവിക മൈനുകൾ. ഒരു ചെറിയ സ്പർശനം മതി വമ്പൻ എണ്ണക്കപ്പലുകളെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ള ഈ നിഗൂഢ ആയുധങ്ങൾ ഇന്ന് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഈ മരണക്കെണികളെ സ്വന്തം നാവികരുടെ ജീവൻ അപകടത്തിലാക്കാതെ എങ്ങനെ നീക്കം ചെയ്യാമെന്ന കാര്യത്തിൽ അമേരിക്കൻ സൈന്യം പുതിയൊരു യുദ്ധതന്ത്രം മെനഞ്ഞു കഴിഞ്ഞു. ലോകം ഉറ്റുനോക്കുന്ന ആ അണ്ടർ വാട്ടർ ഓപ്പറേഷന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതാ പുറത്തു വരികയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധി വെറുമൊരു സാങ്കേതിക തടസ്സം മാത്രമല്ല. ലോകവ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ പാതയിൽ മൈനുകൾ വിന്യസിച്ചതിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. എന്നാൽ നാവികരുടെ ജീവൻ പണയപ്പെടുത്തി ഈ മൈനുകൾ നീക്കം ചെയ്യുന്നത് ആത്മഹത്യാപരമാണെന്ന് പെന്റഗണിന് നന്നായി അറിയാം. അവിടെയാണ് അമേരിക്ക തങ്ങളുടെ സാങ്കേതിക മികവ് പുറത്തെടുക്കുന്നത്. മനുഷ്യരില്ലാത്ത അത്യാധുനികമായ റോബോട്ടിക് സംവിധാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് അമേരിക്ക ഈ മരണക്കളി നേരിടാൻ പോകുന്നത്. അതീവ രഹസ്യമായി അമേരിക്കൻ നാവികസേന വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനങ്ങൾ ഹോർമൂസിലെ ഓരോ തരി മണലിലും ഒളിപ്പിച്ച മൈനുകളെയും കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ ദൌത്യത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി മൈനുകളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള അവ്യക്തതയാണ്. ഇറാൻ വിന്യസിച്ച മൈനുകൾ പലതും കടൽ പ്രവാഹത്തിൽ ഒഴുകിപ്പോയതോടെ അവ എവിടെയാണെന്ന് കണ്ടെത്തുക എന്നത് വൈക്കോൽ കൂനയിൽ സൂചി തിരയുന്നതിനേക്കാൾ ദുഷ്കരമാണ്. ഇവിടെയാണ് അമേരിക്ക തങ്ങളുടെ കമ്പ്യൂട്ടർ അധിഷ്ഠിത സോണാർ സംവിധാനങ്ങളും അണ്ടർ വാട്ടർ ഡ്രോണുകളും രംഗത്തിറക്കുന്നത്. കപ്പലുകളിൽ നിന്ന് നിയന്ത്രിക്കാവുന്ന ഈ കുഞ്ഞു ഡ്രോണുകൾ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഓരോ വസ്തുവിനെയും നിരീക്ഷിക്കുകയും സംശയാസ്പദമായവയെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്യും. നാവികരെ നേരിട്ടിറക്കാതെ തന്നെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് മൈനുകൾ നിർവീര്യമാക്കാനോ അല്ലെങ്കിൽ അവയെ തകർക്കാനോ ഉള്ള സാങ്കേതിക വിദ്യ ഇതോടെ അമേരിക്ക സജ്ജമാക്കി കഴിഞ്ഞു. ഇറാൻ സ്ഥാപിച്ച മൈനുകൾ പലതും പഴയ തലമുറയിലുള്ളവയാണെങ്കിലും അവയുടെ പ്രഹരശേഷി അതിഭീകരമാണ്. കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ചോ കപ്പലുകളുടെ ശബ്ദം തിരിച്ചറിഞ്ഞോ പ്രവർത്തിക്കുന്ന ഇത്തരം മൈനുകളെ നേരിടാൻ അമേരിക്ക തങ്ങളുടെ ലിറ്റോറൽ കോമ്പാറ്റ് ഷിപ്പുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഈ കപ്പലുകൾക്ക് മൈൻ ഹണ്ടിംഗ് ദൌത്യങ്ങളിൽ പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. കപ്പലിലെ ജീവനക്കാരെ സുരക്ഷിതമായ അകലത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ കടലിനടിയിലെ ഈ കെണികളെ തകർക്കാൻ ഇവയ്ക്ക് സാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിർദ്ദേശപ്രകാരം ഈ ദൌത്യം അതീവ ജാഗ്രതയോടെയാണ് മുന്നേറുന്നത്. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ അത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കുമെന്ന തിരിച്ചറിവ് പെന്റഗണിനെ ഈ നീക്കത്തിന് പ്രേരിപ്പിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും കടലിനടിയിലെ ഈ യുദ്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം കൂടിയാണ്. തങ്ങളുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് ഇറാന്റെ ഈ ചതിക്കുഴികളെ എങ്ങനെ മറികടക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണിതെന്ന് പെന്റഗൺ വക്താക്കൾ കരുതുന്നു. അമേരിക്കയുടെ കൈവശമുള്ള സീഫോക്സ് പോലുള്ള റോബോട്ടിക് ഉപകരണങ്ങൾ നേരിട്ട് മൈനുകൾക്കടുത്തേക്ക് നീങ്ങുകയും അവയെ മുട്ടുകുത്തിക്കുകയും ചെയ്യും. ഇതിലൂടെ ഒരു നാവികന്റെ പോലും ജീവൻ നഷ്ടപ്പെടാതെ ഈ ദൌത്യം പൂർത്തിയാക്കാമെന്നാണ് അമേരിക്കൻ സൈനിക വൃത്തങ്ങളുടെ കണക്കുകൂട്ടൽ. ഹോർമൂസ് കടലിടുക്കിലെ ഈ മൈൻ യുദ്ധം ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഒരു പരീക്ഷണശാലയായി മാറുകയാണ്. ആയുധ ബലത്തേക്കാൾ സാങ്കേതിക മികവാണ് ഇവിടെ വിജയം നിർണ്ണയിക്കുന്നത്. കടലിനടിയിലെ ഓരോ തരി മണലിലും പതിയിരിക്കുന്ന മരണത്തെ അതിജീവിച്ച് ഹോർമൂസ് എപ്പോൾ സാധാരണ നിലയിലാകുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന വലിയൊരു ചോദ്യമാണ്. അമേരിക്കയുടെ ഈ പുതിയ നീക്കം വിജയിക്കുകയാണെങ്കിൽ ലോക സമുദ്ര സുരക്ഷാ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായി ഇത് മാറും. യുദ്ധഭീതി ഒഴിയട്ടെ എന്നും ലോകത്തിന്റെ എണ്ണപ്പാതകൾ വൈകാതെ സുരക്ഷിതമാകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം.